ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവ്വം മിന്നിത്തിളങ്ങി. ബാറൂഖ് 3:34. ഭൂമിയിൽ സുഹൃതങ്ങളുടെ പരിമളം പരത്തി ഈശോയെ കണ്ടെത്തുവാൻ ജ്ഞാനികളെ സഹായിച്ച നക്ഷത്രം പോലെ നമുക്കെന്നും വഴികാട്ടിയും വീരമാതൃകകളുമാണ് വിശുദ്ധാത്മാക്കൾ. അനേകം ആത്മാക്കളെ ഈശോയ്ക്കായി നേടുവാൻ ഭാരത മണ്ണിലേക്ക് ദൈവം അടർത്തിയിട്ട നക്ഷത്രം വിശുദ്ധ അൽഫോൻസാമ. മനുഷ്യർ നിങ്ങളുടെ സത്പ്രവൃത്തികൾ കണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുൻപിൽ പ്രകാശിക്കട്ടെ. നന്മയുടെ ഒരു തിരുവട്ടം ആകാൻ ആഗ്രഹിച്ച് സ്വയം ഇല്ലാതായി തീർന്ന് ഒരു ചെടിയുടെ ചുവട്ടിൽ വളമായി തീരുന്ന ഇലകളെ പോലെ സ്വയം ഇല്ലാതായി തീരുവാനും മറഞ്ഞിരിക്കുവാനും ആഗ്രഹിച്ച വിശുദ്ധ അൽഫോൻസാമ ഇന്ന് അനേകായിരങ്ങൾക്ക് ആശ്വാസവും അനുഗ്രഹവും നൽകുന്ന തണലേകുന്ന വൃക്ഷമായി മാറിയിരിക്കുന്നു. ഒരു കഥയിൽ വായിച്ച പോലെ തൊടുന്നതെല്ലാം സ്വന്തമാക്കി തീർക്കാം എന്ന രാജാവിന്റെ കൽപ്പന കേട്ട് കാണുന്നതെല്ലാം തൊട്ട് സ്വന്തമാക്കിയ കുട്ടികളെ പോലെയാണ് നാം. എന്നാൽ രാജാവിനെ തൊട്ട് മറ്റുള്ളവയെല്ലാം അതോടൊപ്പം സ്വന്തമാക്കിയ മിടുക്കിയാണ് അൽഫോൻസാമ. സുഹൃതങ്ങളുടെ പരിമളച്ചെപ്പ് നമുക്ക് അടച്ചു സൂക്ഷിക്കാം, എല്ലാം ഈശോ മാത്രം അറിഞ്ഞാൽ മതി എന്ന സന്ദേശമാണ് ഈ വിശുദ്ധ ജീവിതം നമുക്ക് നൽകുന്നത്. ഓരോ ദിവസത്തെയും സുഹൃതങ്ങളാൽ അലങ്കരിച്ച് ആഘോഷങ്ങളും ആരവങ്ങളും ഇല്ലാതെ ആത്മനാഥന് തന്നെ സമർപ്പിച്ച് തൻ്റെ പുണ്യങ്ങളുടെ യോഗ്യതയുടെ അതിരുകൾ വിസ്തൃതമാക്കുവാൻ അൽഫോൻസാമ ഉത്സാഹിച്ചു. വില്യം ക്ലേ എന്ന കവി ഇങ്ങനെ കുറിച്ചു വെച്ചു: ഞാൻ സുഖത്തോടൊപ്പം 1 മൈൽ ദൂരം പോയി, അതെന്നോട് സംസാരിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഒരു പാഠവും ഞാൻ പുതിയതായി പഠിച്ചില്ല. ഞാൻ ദുഃഖത്തോടൊപ്പം 1 മൈൽ ദൂരം യാത്ര ചെയ്തു, അതെന്നോട് സംസാരിച്ചതേയില്ല. എന്നാൽ ആ നിശബ്ദമായ യാത്രയിൽ ഒരുപാട് പാഠങ്ങൾ ഞാൻ പഠിച്ചു. 1 മൈൽ ദൂരം മാത്രമല്ല, ഒരായുസ് മുഴുവനും സഹനത്തിന്റെ ഈ പാഠ്യശാലയിലായിരുന്നു വിശുദ്ധ അൽഫോൻസാമ. അവിടെ ഇരുന്ന് ദൈവസ്നേഹത്തിന്റെ പാഠങ്ങൾ അവൾ പഠിച്ചു. ഇന്നും തലമുറകളെ പഠിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. വിശുദ്ധ ജോൺ ക്രിസോസ്റ്റോം പറയുന്നു: ദൈവം നമ്മെ ഉപേക്ഷിച്ചതിൻ്റെയോ മറന്നു കളഞ്ഞതിൻ്റെയോ വെറുക്കുന്നതിൻ്റെയോ അടയാളങ്ങളല്ല നമ്മുടെ സഹനങ്ങൾ, മറിച്ച് നമ്മെ കൂടുതൽ ശുദ്ധീകരിക്കുവാനായി അവിടുന്ന് നമ്മെ കൂടുതൽ പരിഗണിക്കുന്നു എന്നതിൻ്റെ അടയാളങ്ങളാണ് അവ. ഈ ബോധ്യം മനസ്സിലുണ്ടായിരുന്ന അൽഫോൻസാമ പറയുന്നത് ശ്രദ്ധിക്കുക: സഹിക്കാൻ ഒന്നുമില്ലാത്ത ദിവസങ്ങൾ ശൂന്യമായി ഞാൻ കരുതുന്നു. തെറ്റിദ്ധാരണകൾ മൂലവും നിസ്സാര കാര്യങ്ങൾ മൂലവും പ്രണയ നൈരാശ്യം മൂലവും സ്മാർട്ട് ഫോൺ ഗെയിമുകളിൽ വിജയിക്കാതിരുന്നത് മൂലവും ജീവനൊടുക്കുന്ന ഈ യുവതലമുറയ്ക്ക് വിശുദ്ധ അൽഫോൻസാമയുടെ ജീവിതം ശക്തിയേറിയ ഒരു വെല്ലുവിളിയും വിസ്മയിക്കാനാവാത്ത ഒരു മാതൃകയുമാണ്. എന്തുവന്നാലും ആസ്വദിക്കണം, അതെങ്ങനെയും ആസ്വദിക്കണം എന്ന ചിന്തയുടെ ഓളങ്ങളോടൊപ്പം നീങ്ങുന്ന യുവതലമുറയ്ക്ക് വിശുദ്ധ അൽഫോൻസാമ നൽകുന്ന മാതൃക പരിത്യാഗത്തിൻ്റെയും ലോകസുഖങ്ങളെ ഉപേക്ഷിക്കുന്നതിൻ്റെയുമാണ്. വേദനകളും രോഗങ്ങളും സഹനങ്ങളും എല്ലാം പരമാവധി ഒഴിവാക്കി സുഖമായി ജീവിക്കുവാൻ ലോകം ആഗ്രഹിക്കുമ്പോൾ വേദനകളെയും രോഗങ്ങളെയും ചോദിച്ചു വാങ്ങുന്ന ഈ അമ്മ തികച്ചും തനതായ ഒരു ജീവിതശൈലി നമുക്ക് മുൻപിൽ വെളിപ്പെടുത്തുന്നു. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പറയുന്നു: വേദനകളെ ഒഴിവാക്കുമ്പോൾ നാം സ്നേഹവും സത്യവും നന്മയും വിശ്വാസവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് അറിയാതെ തന്നെ ഒഴിവാക്കി വിടുന്നുവെന്ന്. വേദനകളുടെ വഴിയാണ് ശുദ്ധീകരണത്തിൻ്റെയും പക്വതയുടെയും വഴി. തൻ്റെ ജീവിത വേദനകളിൽ അവളെ ശുദ്ധീകരണത്തിൻ്റെയും പക്വതയുടെയും വഴികളിലേക്ക് നയിച്ചതുകൊണ്ടാവാം ഒരു യുവസന്യാസിനിയായി 36 വർഷക്കാലം മാത്രം ജീവിച്ചിരുന്നിട്ടും ആ കബറിടം ഇന്നും മായാത്ത ഓർമ്മകളും തീരാത്ത അനുഗ്രഹങ്ങളും ആശ്വാസവും പകർന്നുകൊണ്ട് ഇന്നും ഭരണജ്ഞാനത്ത് നിലകൊള്ളുന്നു. ഇതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതങ്ങൾക്ക് ഓരോ നിയോഗങ്ങൾ ഉണ്ട്.
വിശുദ്ധ അൽഫോൻസാമ ജീവിച്ചു. വിശുദ്ധിയുടെ പരിമളം പകർത്തി ഇന്നും നമുക്ക് സുഗന്ധം പകരുന്നു. നാം ഈ ലോകത്തിലൂടെ ഒരു പ്രാവശ്യം മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഉള്ള കാലമത്രയും വല്ല നന്മയും ചെയ്ത് അപരർക്ക് സന്തോഷമേകുവാനും കാലഘട്ടത്തിന്റെ വെല്ലുവിളികൾ തിരിച്ചറിഞ്ഞ് പരിത്യാഗത്തിന്റെയും മറഞ്ഞിരിക്കലിന്റെയും സുവിശേഷം ജീവിച്ച് വിശുദ്ധിയിലേക്ക് മുന്നേറുവാൻ ഈ തിരുനാൾ ദിനങ്ങളിൽ നമുക്ക് ഒരുമിച്ച് പരിശ്രമിക്കാം. സന്മനസ്സോടെ ഒരുങ്ങുന്നെങ്കിൽ അത് ഇപ്പോൾ തന്നെ ആവട്ടെ. വിശുദ്ധ പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ, ഇതാണ് സ്വീകാര്യമായ സമയം, ഇതാണ് രക്ഷയുടെ ദിവസം. നന്ദി.